ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ നമ്മുടെ തട്ടകത്തിൽ ഇന്ന് പൂരമാണ്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ കാണാൻ വന്ന നിങ്ങൾക്ക് വെൽക്കം. 2026 മൈ ഫസ്റ്റ് ലോങ് വീഡിയോ. അപ്പോൾ പൂരത്തിന്റെ തലേ ദിവസം തൊട്ടിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് വലിയാറാട്ട് ദിവസം എടുത്തതാണ്, അതായത് പൂരത്തിന്റെ തലേ ദിവസം. അന്ന് തന്നെ ഈ സിനിമ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഷൂട്ട് ചെയ്തതാണ്. ഇതൊരു 3-3:30 ആയപ്പോൾ കാളേനെ കൊടുത്തിട്ടുള്ള അവിടുന്ന് മെയിൻ റോഡിലേക്കാണ് കേട്ടോ പോണത്. അപ്പം നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് 2 കാളയാണുള്ളത്. അതിൽ ഈ മേലത്തെയാണ് നമ്മുടെ ഇവിടെ. പിന്നെ പതിവില്ലാത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ഡ്രസ്സിനുള്ള ആക്സസറീസ് നോക്കി പോയത് ആ ദിവസമായിരുന്നു. ഞാൻ ലോങ് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് ഓർമ്മ വന്നത്. ഇപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ പണിയിലാണ്. ഇവനാണെങ്കിൽ ഒരു ഉണ്ട തന്നെ ഉരുട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടാണ്. വീഡിയോയിൽ വരാനുള്ള ഇതുകൊണ്ട് വന്നിരിക്കേ അല്ല. അപ്പോൾ ഈ പൂരം കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ട്. ഞാൻ കുറേ നാളെ വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോ എന്നേലൊക്കെ എഡിറ്റ് ചെയ്തിടണം. ലൈവായിട്ട് സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് കാളേനെ നിർത്തിയിട്ടുള്ള അങ്ങോട്ട് പോവുകയാണ്. ഫുഡ് കഴിക്കുന്നത് റെഡി ആവുന്നത് ഒന്നും ഞാൻ എടുത്തിട്ട് തന്നെ ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മറന്നു പോവാണ് വീഡിയോ എടുക്കുന്ന കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് 2 കാളുണ്ട്. ഇപ്പൊ മറ്റേ കാള ഇതിന്റെ ഫ്രണ്ട് കൂടെ തന്നെയാണ് പോവുക. അങ്ങനെ അവര് പോകുമ്പോ ചെറിയ രീതിക്ക് അങ്ങോട്ടൊക്കെ ഇട്ട് ഉന്തും തള്ളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വന്നപ്പോ തന്നെ. അങ്ങനെ എന്താ കാളേനെ എടുക്കാനായപ്പോ കൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ മെയിൻ റോഡ് വരെ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല, കാരണം ഫുള്ള് ഡാൻസിങ്ങിലായിരുന്നു. ഗൈസ്, ഞാൻ അത്ര ഇഷ്ടപ്പെട്ടിട്ട് ഒരു ബന്ധാന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ പോയി കിട്ടി. അങ്ങനെ അത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ കുറച്ച് ടൈം അവിടുത്തെ സ്റ്റെപ്പിൽ അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. ഇതപ്പോൾ നമ്മുടെ ദേശക്കാളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാളവേല ദിവസമാണെങ്കിൽ അമ്പലത്തിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ബാക്കിലാണ് കേട്ടോ കാളേനെ കൊണ്ടുവരുന്നത്. കുറേ സ്റ്റെപ്പ് ഉണ്ട്, അതുകൂടെയൊക്കെ ഇറക്കി കൊണ്ടുവരാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അത് അമ്പലത്തിന് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പൂരം ദിവസം ആയിട്ടുണ്ട്. രാവിലെ, അതായത് വെളുപ്പിന് 3-3:30 ടൈമാണ് കേട്ടോ. അങ്ങനെ കാളേനെ അത് നടക്കിൽ കൊണ്ടുപോയി തൊഴുകിച്ചതിന് ശേഷമാണ് അതാത് സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ അതാ കുറച്ച് കാളകളൊക്കെ വന്നിട്ടുണ്ട്. 14 ദേശത്ത് നിന്ന് വരാണ്ട് കേട്ടോ. എത്ര എണ്ണാണെന്ന് അറിയില്ല. അങ്ങനെ പൂരം ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ വെളുപ്പിന് 5 മണിക്ക് ആയപ്പോഴാണ് കിടന്നത്. എന്നിട്ട് എണീറ്റത് ഉച്ചയാവാനായപ്പോൾ. പിന്നൊക്കെ പെട്ടെന്നാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ലേറ്റ് ആയിട്ട് ഉറങ്ങി ഇത്ര ലേറ്റ് ആയിട്ട് നീക്കുന്നത്, അതും പൂരം ദിവസം. ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ സാലഡ് അങ്ങനെയൊക്കെ ആയിരുന്നു. ആൻഡ് ഇതിൽ സ്പെഷ്യൽ എന്താ വെച്ചാൽ നെയ്ച്ചോറ് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ട്രൈ തന്നെ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പൂരം കാണാൻ ഇറങ്ങി. ഇതിപ്പോൾ വടക്കം വേലയുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് സമയം കൊട്ടിയിട്ട് പിന്നെ അങ്ങനെ അമ്പലത്തേക്ക് പോവുക ചെയ്യുക. എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വരുന്ന വരെ ഞങ്ങളിത് കണ്ടു നിന്നു. അപ്പോൾ അവൾ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് നടന്നു. തന്നെ അത്യാവശ്യം തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അവിടെയാണ് നമ്മുടെ കാളേനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് തൊഴിക്കാൻ കൊണ്ടുപോയപ്പോൾ എല്ലാ ആൾക്കാരും കൂടെ തിരക്കി അങ്ങോട്ട് വന്നു. അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. കഴിഞ്ഞ കൊല്ലാണെങ്കിൽ യന്ത്രൂഞ്ഞാലും പിന്നെ ആ തോണി മാതിരിത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ കൊല്ലം മാനിഫെസ്റ്റ് ചെയ്തൊരു സംഭവമായിരുന്നു കേട്ടോ. അത് വെച്ചാൽ ഒരു ഐഫോൺ എടുക്കണം, എന്നിട്ട് നാട്ടിലത്തെ പൂരം വ്ളോഗാക്കിയിട്ടൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഫൈനലി അത് നടന്നുണ്ട്.
പേര് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളുകളെ ഇറക്കാൻ പാടുള്ളതല്ല. എല്ലാവരും വിളക്കുമ്പോഴും ശബരിമലയിലേക്ക് ഇറങ്ങേണ്ടത്. പിന്നെ കുറച്ച് പേരുടെ കയ്യിൽ ഇങ്ങനത്തെ ബലൂൺ കണ്ടപ്പോൾ വിചാരിച്ചു വാങ്ങിക്കാന്ന്. അപ്പം അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെച്ചായിരുന്നു ബാക്കി. ഫോട്ടോ എടുക്കുന്ന ആളുകളെല്ലാം മാറിക്കൊടുക്കുക. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറെ സൈഡിലേക്ക് പോയിട്ടോ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ആ കരിമ്പ് ജ്യൂസ് കണ്ടു. അപ്പോൾ അത് കുടിച്ചു. അപ്പോഴേക്കും അമ്പലത്തിന്റെ ഉള്ളിലത്തെ അവസ്ഥ വെച്ചതാ ഇതാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ നിൽക്കാൻ കുറച്ച് സ്ഥലം കണ്ടു. അപ്പം അങ്ങോട്ട് വലിഞ്ഞു കയറി. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം കാണാണ്ടായിരുന്നു. പിന്നെ ഇതിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം ഇത് വേറെ തന്നെ ഒരു ഇതാണ്. എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും. തിരക്കിന്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചിട്ടോ.
അങ്ങനെ 2026 പൂരം എപ്പോഴത്തെയും പോലെ തന്നെ അടിപൊളിയായിട്ട് അവസാനിച്ചിട്ടുണ്ട്. പൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലേക്ക് പോരും, അത് അത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ കടകളുള്ള അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും വാങ്ങിക്കാനൊന്നും തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. ആകെ ഞാൻ വേണമെന്ന് പറഞ്ഞ ആ ബലൂണും പിന്നെ കരിമ്പ് ജ്യൂസ് അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളാണ്. പിന്നെ കുപ്പികൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് എപ്പോഴും നമ്മൾ ഇടാറില്ലല്ലോ. എനിക്കാണെങ്കിൽ ഔട്ട്ഫിറ്റിന് പറ്റിയ കുപ്പിവളകൾ ഉണ്ട്. പിന്നെ വെറുതെ വാങ്ങിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചിട്ട് അങ്ങനെ നടന്നു. പിന്നെ ആണെങ്കിൽ ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ട് തന്നെ ഇല്ല. അതെനിക്ക് എന്തോ എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം എന്തായാലും ശരിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പൂരം. നിങ്ങളുടെ റിവ്യൂസ് കമൻ്റ് ആയിട്ടൊക്കെ അറിയിക്കുക. ഇപ്പം ഇത്രേ ഉള്ളൂ.